ഇനി ഒറ്റയ്ക്ക് മുറി അടച്ചിരുന്ന് പഠിക്കായിരിക്കും. എന്തായാലും ഇനി വിളിക്കുമോ നോക്കട്ടെ. നാളെ സ്കൂളിൽ ചെന്ന് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കണം. അതേ ഇനി രക്ഷയുള്ളൂ. ദൈവമേ, ഒരൊറ്റ തട. ദൈവമേ, സത്യം എടുക്കണേ. ഇതിനി ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഹലോ ഹലോ, ഇതാരാണ്? മാഡം, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണോ? ഇവര് സൈബർ സെല്ലിലെ പോലീസുകാരാ. ഒരു ഫോൺ നമ്പർ ട്രേസ് ചെയ്യാൻ പറഞ്ഞു തന്നില്ലേ? ഓ, ആളെ കിട്ടിയോ? ആളെ കിട്ടി മാഡം. പക്ഷേ പറയാനോ ആളെ കിട്ടിയിട്ട്? അതല്ല മാഡം, ഇവരെ ആളെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഞാൻ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിലിപ്പോ എന്ത് ചെയ്യാനാ? ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ? യെസ് മാഡം. അതിസാഹസികമായിട്ടാ ഞങ്ങൾക്ക് അവനെ കീഴ്പ്പെടുത്താൻ പറ്റിയത്. അവന്റെ ഉദ്ദേശം എന്താണെന്ന് അവൻ വെളിപ്പെടുത്തിയിട്ടില്ല. മാഡത്തിന്റെ മോളെ വിളിച്ച് സൗഹൃദം കൂടി മോഷണമായിരിക്കാം ചിലപ്പോൾ അവന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഏജൻസിയുടെ ഏജന്റ് ആയിരിക്കാം. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാകാനേ സാധ്യതയുള്ളൂ മാഡം. ആളൊരു ക്രിമിനലാണ്. ആദ്യമൊന്നും അവനാണ് ഫോൺ ചെയ്തതെന്ന് സമ്മതിച്ചു തന്നില്ല. പിന്നെ തെളിവുകൾ കാണിച്ചപ്പോഴാണ് അവൻ കുറ്റം സമ്മതിച്ചത്. എന്താണ് ലക്ഷ്യമെന്നുള്ള കാര്യം അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല മാഡം. എങ്കിൽ കൊണ്ടുവാ, ഞാനൊന്ന് കാണട്ടെ. എന്റെ മോളുടെ ഫോണിലേക്ക് വിളിച്ച് എന്ത് ഓപ്പറേഷൻ അവൻ പ്ലാൻ ചെയ്തെന്നൊന്നും അറിയണമല്ലോ. ശരി മാഡം, അവനെ കൊണ്ടുപോടോ. സർ. മാഡം, ഞാൻ ഇക്കാര്യത്തിൽ നിരപരാധിയാ. ഇവരെ ആളെ കൊണ്ടുവന്ന് കേസ് ചാർജ് ചെയ്തതിന് ശേഷം ഞാൻ കാര്യങ്ങൾ അറിയുന്നതും ആളെ കാണുന്നതും. അപ്പോഴേക്കും എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. അതിനെന്താ അനു? അനുവിന്റെ ടെൻഷൻ കണ്ടാ തോന്നുമല്ലോ അനുവിന്റെ ആരെയാണ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന്. അല്ല മാഡം, അത് ഞാൻ ആളെ കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം കേസ് ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന്. ഇറങ്ങി ഇങ്ങോട്ട്.
മാഡത്തിന്റെ മുഖം കാണിക്കടാ. കർച്ചീപ്പ് മാറ്റാനാ പറഞ്ഞത്. ഇവിടെ പത്രക്കാരും മീഡിയ ഒന്നുമില്ല. ഡോ, ആ കർച്ചീപ്പ് അങ്ങ് മാറ്റിയേ. ഇതാണ് മാഡം ഞാൻ പറഞ്ഞത്. എന്റെ കയ്യിലെത്തുമ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. മാഡം അനുവദിച്ച 2 ദിവസത്തിനുള്ളിൽ ഇവൻ എന്ത് ഓപ്പറേഷനാ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. കൂട്ടുപ്രതികൾ ആരൊക്കെ ഉണ്ടെന്നും ഞാൻ പറയിപ്പിക്കാം. മാഡത്തിന്റെ മകളെ സ്കെച്ച് ചെയ്തുകൊണ്ട് എന്തോ വലിയ ഓപ്പറേഷനാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആണോ? എന്തിനു വേണ്ടിയാ ലാൻഡ് ഫോണിലേക്ക് എന്റെ മകൾ സത്യ വിളിച്ചത്? എന്തിനാണെന്ന്? മാഡം, കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മാഡത്തിന്റെ പെർമിഷൻ കിട്ടിയിട്ട് മറ്റ് നടപടികളിലേക്ക് കടക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മാഡം, എന്താ വേണ്ടത്? തൽക്കാലം ഞാൻ പറഞ്ഞിട്ട് നടപടിയെടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോ. അപ്പോ ഇവൻ? ആ, അത് ഞാൻ നോക്കിക്കോളാം. ശരി മാഡം. ഉം. എന്നാ പിന്നെ മാഡം ഞാനും അങ്ങോട്ട്. ശരിയാണ്, പൊയ്ക്കോ. ശരി മാഡം. വിഷ്ണുട്ടാ, എന്താ ഇതൊക്കെ? ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? അങ്ങനെ ഒരു നമ്പറിൽ നിന്ന് സത്യം വിളിക്കേണ്ട എന്ത് കാര്യമായിരുന്നു? എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം മേഡം തരാത്തോണ്ട് അത് കിട്ടാനുള്ള പലതരത്തിലുള്ള ഓട്ടത്തിലാണ് ഞാൻ. അതിന് പല വഴികളും നോക്കുന്നുമുണ്ട്. ചിലത് സക്സസ് ആവും, ചിലത് ഇങ്ങനെ പൊളിഞ്ഞു പോവും. അങ്ങനെ പൊളിഞ്ഞു പോയിട്ടുള്ളൊരു വഴി എന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ച്. പിന്നെ എന്ന് വെച്ചിട്ട് ഞാൻ പിന്മാറൊന്നുമില്ല. ശരിയായിട്ടുള്ള ഉത്തരം കിട്ടുന്നവരെ ഈ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. പോകാൻ വരട്ടെ. അകത്തേറിയിരുന്ന ഒരു കാപ്പി കുടിക്കാം. സൈബർ പോലീസുകാര് ഏതോ കൊടും ക്രിമിനലാണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നില്ലേ ഇത്ര നേരം? ദാഹം കാണും. അയ്യടാ, അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. എനിക്കറിയായിരുന്നു തെളിവെടുപ്പിനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാന്ന്. തന്റെ അസിസ്റ്റന്റ് കൊച്ചുണ്ടല്ലോ, അവളെ കണ്ടപ്പോ ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. ഞാൻ അമ്മയെ സത്യം വിളിക്കാം. ആ, എന്നാ പിന്നെ നാട്ടുകാരെ മൊത്തം വിളിക്കും. അല്ല പിന്നെ ഒരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഇത്ര ആഘോഷാക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിനിപ്പോ ഇവിടെ ആരുടെ അടുത്തും കൊട്ടി ഒഴിക്കാൻ നിൽക്കണ്ട. പിന്നെ തമാശ വേറെ, കാര്യം വേറെ കേട്ടാ. ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റുപോയി എന്ന് കരുതണ്ട. ഞാൻ തന്നെ കൊണ്ട് പറയിക്കും. ഭാര്യ ജയിലിൽ നിന്ന് വന്നതിന്റെ സന്തോഷം കാര്യമായിട്ട് പങ്കുവയ്ക്കാൻ കൂടെ പഠിച്ചൊരു വിവരദോഷി സമ്മാനമായിട്ട് തന്ന മദ്യ. ഇവനെയൊക്കെ വിവരദോഷി എന്നുള്ളത് വേറെ എന്ത് പറയണം? ഭാര്യമാര് ജയിലിൽ കിടക്കുമ്പോഴേ നമുക്ക് സന്തോഷമുള്ളൂ. അല്ലാതെ അതിങ്ങോട്ട് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ആർക്ക് എന്ത് സന്തോഷം കിട്ടാനാണ്? സുനാമി വരുമ്പോ കുളിക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും വാങ്ങിച്ചോണ്ടെന്ന് സ്ഥിതിക്ക് ഒരെണ്ണം അടിച്ചേക്കാം.
നോക്കണേ. മതിയാ മതിയാ, കൂടുതൽ വേണമെങ്കിൽ പറയണം. ഈ മാംഗോ ജ്യൂസ് ഒഴിച്ച് കഴിച്ചാൽ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയിക്കോളും. അപ്പൊ cheers. ഒരു കുത്തലുമില്ല, സ്മൂത്ത്. അടിച്ചോ. ഞാനിങ്ങനെയാണ്, എനിക്കാരെങ്കിലും കമ്പനിക്കില്ലെങ്കിൽ അറിയാൻ പറ്റൂല, ശീലിച്ചു പോയി. രണ്ടെണ്ണം മതി കേട്ടാ. അവള് വന്ന് മണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടി കിട്ടാൻ വഴി അറിയില്ല. ജയിലിൽ കിടന്നുള്ള തീറ്റയൊക്കെ തിന്ന് കയ്യൊക്കെ നല്ല പൊണ്ണം സൈസാക്കി വെച്ചിരിക്കും. അതെങ്ങാനും വന്ന് വീണാ പുറത്തത് കാണൂലേ. എന്റെ ശിവനെ, അവള് വന്നാ ഇതൊക്കെ ഇവിടെ കൊണ്ട് ഒളിപ്പിക്കും ഞാൻ. ഇവിടെ ഇരി. ഓട്ടല്ലേ. അയ്യോ, ഗ്ലാസ് അപ്പലണ്ടി. അയ്യോ പോയി. ഇതൊക്കെ ഇനി ഇങ്ങോട്ട് വാ. ആട്ടങ്ങടിതാ വരുന്നു. ഇത് ഓക്കെ. ഡീസൻ്റായി. ഓക്കെ. ആരാ മനസ്സിലായില്ല? ഞാൻ NM ഹോസ്പിറ്റലിൽ നേഴ്സാ. എനിക്ക് സുസ്മിത മാഡത്തെ ഒന്ന് കാണണമല്ലോ. അയ്യോ, മാഡം പുറത്തൂടെ പോയിരിക്കാണല്ലോ. ഞാനൊരൽപ്പം ദൂരെ നിന്നാ വരുന്നത്. കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഒന്ന് വിളിക്കോ? അല്ലെങ്കിൽ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. നമ്പർ ഇവക്ക് കൊടുക്കണ്ട. നമ്പർ കൊടുത്തിട്ട് അതിന്റെ പിന്നാലെ വല്ല വെള്ളിക്കെട്ടും വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടി വേറെ കിട്ടും. ചെല്ലക്കിളിയെ കണ്ടിട്ട് പറഞ്ഞു വിടാനൊന്നും തോന്നുന്നില്ല. ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. ബെല്ലുണ്ട്. ഹലോ. ആ ഹലോ സുസു, എന്താടാ? ഇങ്ങോട്ടെങ്ങാനും വരുന്നുണ്ടോ ഇപ്പൊ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഉടനെ എങ്ങാനും ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. പഴയ നിന്റെ വല്ല കോഴിത്തരവും പുറത്തെടുക്കാനായിരിക്കും. ഞാനിപ്പോ എക്സ്ട്രാ ഡീസന്റ് അല്ലേ സുസു? ഇവിടെ നിന്നെ കാണാനേ NM ഹോസ്പിറ്റലിൽ നിന്നൊരു നഴ്സ് വന്നിട്ടുണ്ട്. എന്തോ ഒരു പ്രമാദമായ കേസിന്റെ കാര്യം പറയാനാണെന്നാ പറഞ്ഞേ. രഹസ്യോ? ആ, നഴ്സ് തന്നെയാണെന്നുള്ളത് ഉറപ്പല്ലേ? അങ്ങനെയാണ് ഈ കൊച്ചു പറഞ്ഞ. പുറത്തേക്ക് ഞാൻ എന്താ ചെയ്യണ്ടേ? അകത്ത് കയറ്റി നിർത്തണോ അതോ പുറത്തിറക്കി നിർത്തണോ? പുറത്ത് നിർത്തണോ അതോ അകത്ത് കയറ്റി നിർത്തണോ? തൽക്കാലം നീ അകത്ത് കയറ്റി ഇരുത്ത്. ഞാനിപ്പോ തന്നെ വരും. ശരി. പിന്നെ വെയിലത്തൊക്കെ വാടിക്കരിഞ്ഞ് വന്നതല്ലേ, തണുത്ത് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക്. ലെമൺ സോഡ ആണെങ്കിൽ ഇല്ല, ലെമൺ തീർന്നു. പിന്നെ വെറും സോഡ കൊടുക്കട്ടാ? നീ ആ സോഡയിൽ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുക്ക്. ഓ, ഞാൻ 10 മിനിറ്റിനുള്ളിൽ അങ്ങ് എത്തും. ശരി. മാഡം ഇവിടെ അടുത്തവിടെ ഉണ്ടെന്ന് കയറി ഇരിക്കാൻ പറഞ്ഞു. എന്തിനാ അവിടെ ഇരിക്കുന്നത്? അകത്തോട്ട് വാ, ഇങ്ങോട്ട്. നിങ്ങള്? ഞാന് മാഡത്തിന്റെ ഒരു ഹസ്ബൻഡായിട്ട് വരും. അതുകൊണ്ട് വാ, ഇരിക്ക്. വാന്ന് വേണ്ട. ഐശ്ശി ഇരിക്കുന്നത്. അതെ, മാഡത്തിന്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് പറയല്ല, വളരെ മാന്യനും സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയുന്ന ഒരാളുമാണ് ഞാൻ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം.
ഇരിക്കുന്നു. ഇത്ര മടിയെന്ന് തോന്നുന്നതിന്. കുടിക്കാൻ ചായയോ കാപ്പിയോ ഒന്നും ചോദിക്കരുത്. മാംഗോ ജ്യൂസ് എടുക്കട്ടാ? ഏയ് ഒന്നും വേണ്ട. ഹേ, അങ്ങനെ പറഞ്ഞ എങ്ങനെ കുടിച്ചേ പറ്റൂ. ഞാൻ എടുത്തുണ്ട്. പിന്നെ മാഡത്തിൻ്റെ അടുത്ത് എന്തെന്ന് പറയാനുള്ള? എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കേൾക്കായിരുന്നു. അതെ, സുസ്മിതയ്ക്കും എനിക്കും ഒരു മനസ്സിന് 4 കാലുവാ. ഞാൻ അറിയാത്തൊരു രഹസ്യം മാഡത്തിനും, മാഡം അറിയാത്തൊരു രഹസ്യം എനിക്കും ഇല്ല. മടിക്കാതെ പറഞ്ഞോ, എന്താ പറയാനുള്ള? അത് അല്പം സീക്രട്ടാ. ഞങ്ങൾ സ്ത്രീകൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാ. തന്നെ? പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമേ. ഇരിക്കും. മുടിഞ്ഞ തട്ടിപ്പുകാരിയാ. എന്തോ രഹസ്യമുള്ള കയ്യിലുണ്ട്. അത് സുസ്മിതയ്ക്ക് കൊടുത്ത് കാശാക്കാൻ വന്നിരിക്കുക. ഇവളെ കൊണ്ട് ആ രഹസ്യം പറയാൻ പറ്റരുത്. അതിനിപ്പോ എന്താ മാർഗം? രഹസ്യം കേൾക്കാനായിട്ട് മറ്റവളിപ്പോ ഓടിപ്പഞ്ഞോട്ട് വരികയും ചെയ്യും. ഇവളത് പറയാൻ വാ തുറക്കരുത്. അതിനിപ്പോ എന്തൊരു വഴി? ഒരാവശ്യത്തിനൊരു ഐഡിയ ആലോചിക്കുമ്പോൾ പുല്ലൊന്നും വർക്കാവണേ ഇല്ല. ബുദ്ധിയും പോയി. വെറുതെ ഇരുന്ന് മടി പിടിച്ചിട്ടാണ്. ഒരെണ്ണം കട്ടിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മാംഗോ ജ്യൂസിന്റെ രുചിയുള്ളതുകൊണ്ട് വലിയ കത്തലൊന്നും ഇല്ലാതെ സംഗതി ഇറങ്ങി പോവുകയും ചെയ്യും. ഇതാ നല്ല ക്ലാസ് കയറിയില്ലേ? ആ ഇവിടെ ഉണ്ടാ. കൊള്ളാം. ചിലപ്പോ ഒന്നിലൊതുങ്ങൂല. ഒരെണ്ണം കൂടെ എടുക്കാം. കുഴപ്പമില്ല. ഇങ്ങനെ കൊണ്ടുപോവാം. ശരിയാക്കി തരാം. അതെ, എടുക്ക. ഇവിടെ വരുന്നവർക്കെല്ലാം ഞങ്ങളൊരു സ്പെഷ്യൽ മാംഗോ ജ്യൂസ് കൊടുക്കും. അത് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കണമെന്ന് മാഡത്തിന് ഭയങ്കര നിർബന്ധം. അയ്യോ എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞൂടാ. മാഡത്തിന്റെ കൂട്ടുകാരന്റെ തോട്ടത്തിലുണ്ടായ മാങ്ങയിട്ട് വാറ്റിയ ജ്യൂസാണ്. കുടിച്ചോ. കഴിച്ചില്ലെങ്കിൽ മാഡം വേണമെന്നും. കുടി കുടി. എനിക്ക് വെറുതെ വഴക്കേക്കാൻ വയ്യ, അതുകൊണ്ടാണ്. കുടിച്ചോ. അങ്ങനെ കുടിച്ചോ. സാറും മാഡത്തിന്റെ മാഡം തന്നെയാണോ വിളിക്കുന്നത്? ഞാനൊരു മാഡായോണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. എന്താ? അല്ല, മാഡം ഒരു മാഡം ആയതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. കുടിച്ചോ. നല്ലതാണ്. അയ്യോ പിന്നെ നാച്ചുറൽ അല്ലേ. മാഡത്തിന്റെ സ്വന്തം കൂട്ടുകാരന്റെ സ്വന്തം മാമ്പഴമാണ്. കുടിച്ചോ. ഇരിക്കോ.